ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 9th വീക്കിൻ്റെ എവിക്ഷൻ ഇന്ന് കഴിഞ്ഞു. ഇന്ന് ഒരാൾ പോയി. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പുറത്താക്കുന്നത് ഒന്നിനെയാണ്. തികച്ചും ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷനാണ്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെ കുറേ സേഫ് ഗെയിമേഴ്സ് ഉണ്ട്. ആ സേഫ് ഗെയിമേഴ്സിനൊക്കെ മാറ്റിയിട്ട് ഒന്നിയിലാണ് ഇന്ന് പുറത്താക്കിയത്. ഒന്നിയിലാണ്. നാളത്തെ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ലീക്കായത് ജിസയിലാണ്. അതും ഒരു അൺഫെയർ എവിക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഒഫീഷ്യൽ പോളിലും മറ്റേതിലും എല്ലാം ജിസയിൽ ടോപ്പ് 2ലും ടോപ്പ് 3ലും അങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരുന്നു. അത്രയും വോട്ടിംഗ് നിന്നൊരു പ്ലെയർ പെട്ടെന്ന് ഔട്ടാവുന്നത് എങ്ങനെയാണ്, എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ സീസൺ 7 നോക്കുകയാണെങ്കിൽ അൺഫെയർ എവിക്ഷൻ്റെ ഒരു ഘോഷയാത്ര എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ ജിഷിനെ പോലത്തെ നല്ലൊരു പ്ലെയറായിരുന്നു. ജിഷിനെ പോലെ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള നല്ലൊരു പ്ലെയറിനെ ആയിരുന്നു ഔട്ടാക്കിയത്. അത് എന്ത് ബേസിസിലാണെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഇന്ന് ഒന്നിയിൽ പോയിരിക്കുക. ഒന്നിയിൽ വോട്ടിംഗ് ഇല്ലായിരുന്നു, തീരെ വോട്ടിംഗ് കുറവായിരുന്നു. പക്ഷെ എന്നാലും സാബുമാനെ പോലെയുള്ളൊരു പ്ലെയർ അവിടെ ഉള്ള സമയത്ത് ഈ ഒനീലിനെ വിടേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിരുന്നു. അതായത് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഒനീലിനെ ഔട്ടാക്കിയത് ഒനീലിനെയും അടുത്ത നാളെ ജിസയിലുമാണ് പോകുന്നത്. അപ്പോൾ അത് തികച്ചും തീർച്ചയായിട്ടും ഒരു അൺഫെയർ എവിക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാർ പോയി കഴിഞ്ഞാൽ സേഫ് ഗെയിമേഴ്സ് എല്ലാം വീട്ടിൽ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. അതായത് സാബുമാൻ്റെ സൈഡിൽ നിന്ന് യാതൊരു കണ്ടന്റും ഇല്ല. അതായത് പുള്ളിക്കാരൻ ചിരിക്കുന്നു, വേറെ ഒരു കോൺട്രിബ്യൂഷൻ പുള്ളിക്കാരൻ ഈ ബിഗ് ബോസിന് വേണ്ടി കൊടുക്കുന്നില്ല. അങ്ങനെ ഒരാൾക്ക് വോട്ട് ചെയ്ത് ആൾക്കാർ നിർത്തുമ്പോൾ നല്ല കളിക്കുന്ന ആൾക്കാർ ഔട്ടാകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഈ എപ്പിസോഡ്സ് കാണാനായിട്ട് യാതൊരു താല്പര്യങ്ങളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഡ്രൈ ആയി പോവും. അതായത് വീട്ടിൽ വേറെ കണ്ടന്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കാണാനും ലൈവ് കാണാനും നമുക്ക് എപ്പിസോഡ് കാണാനും നമുക്ക് യാതൊരു കണ്ടന്റും കിട്ടില്ല. ഉള്ള നല്ല പ്ലേയേഴ്സിനൊക്കെ ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ് ഗെയിമേഴ്സിനൊക്കെ ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണാനൊരു ഇത് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു, നിങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കുക. അതായത് കളിച്ച് ആക്റ്റീവായി നിൽക്കുന്നവർക്ക് തന്നെ കൊടുക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടമുള്ളവർക്ക് തന്നെ ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യുക. അല്ലാണ്ട് താഴെ കിടക്കുന്ന ഒരാളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതേപോലെ തന്നെ മിക്ക സീസണിലും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രോങ് പ്ലേയേഴ്സ് ഇങ്ങനെ ഔട്ടാവുന്നതും ഈ വോട്ട് സ്പ്ലിറ്റിങ്, അതായത് താഴത്തെ ആളെ കിടന്ന് ഇങ്ങനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ് വോട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഈ മിക്ക സമയത്തും ഇത് ഔട്ടായി പോകുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വോട്ട് ചെയ്യുന്ന സമയത്ത് ഹോട്ട്സ്റ്റാറിൽ തന്നെ കയറി വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു, ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞു, ഒന്നിയിലാണ് പോയിരിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ ജിസയിലാണ് പോകുന്നതെന്ന് പറഞ്ഞത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതും തികച്ചും ഒരു അൺഫെയർ എവിക്ഷൻ ആണ്. അത് നാളത്തെ എപ്പിസോഡ് നമുക്ക് കാണുമ്പോൾ അറിയാം.